അല്ല അദ്ദേഹത്തിന്റെ അതല്ല ഇപ്പൊ നിങ്ങളായിട്ട് വർത്താനം പറയണ്ട. അങ്ങനെ വേണ്ടി നിൽക്കട്ടെങ്കിൽ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അങ്ങയുടെ വളരെ സീനിയർ ആള് പറഞ്ഞതാണ് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറരുത്. ഞാനല്ല, ഒന്ന് അനുസരിക്കാൻ പഠിക്കും. സ്വന്തം കക്ഷി നേതാവിനെ അനുസരിക്കാൻ പഠിക്കും. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് ചെവി കേൾക്കാത്ത ആൾക്കാരാരുമില്ല. വളരെ വ്യക്തമായി വഴുതക്കാട് കൗൺസിലർ രാജി രവികുമാർ പറഞ്ഞു, വാർഡില് വനിതകൾക്ക് മത്സരിക്കാവുന്ന നിയമമുള്ളതുകൊണ്ടാണ് രാജി രവികുമാറിന് വഴുതക്കാട് കാണിക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് സാധിക്കാത്തതാണ് മാറേണ്ടി വരുന്നത്. ഫോണിന് വേണ്ടിയും അതുപോലെ കവല പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. കവല പ്രസംഗം പോലുള്ള പ്രസംഗങ്ങൾ ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല ഈ കൗൺസിൽ കണ്ടിട്ടുള്ളത്. കൗൺസിലിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അത് ട്രോളിന് വേണ്ടിയും അതുപോലെ കവല പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് എല്ലാ അംഗങ്ങൾക്കും കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് ഗിരി കൗൺസിലർ അതിനൊരു വ്യക്തത വരുത്തിയതാണ്. ഇവിടെ ഓൺ ഫണ്ടാണോ പ്ലാൻ ഫണ്ടാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതിന് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കവല പ്രസംഗം പോലുള്ള പ്രസംഗങ്ങൾ ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല ഈ കൗൺസിൽ കണ്ടിട്ടുള്ളത്. ആരെല്ലാം എന്തെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ഇവിടുത്തെ രേഖകളിലുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ സ്ഥലം മാറ്റത്തെ സംബന്ധിച്ച് അതൊരു ഭരണ സംവിധാനം വരുന്ന സമയത്ത് അത് ചില മാറ്റങ്ങൾ അതിന്റെ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഏത് വാർഡിൽ നിന്നാലും ഗിരിക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതിന്റെ അതല്ല ജനറൽ ഞാൻ അതല്ല സജി കണ്ടിന്യൂ ഞാൻ ഒന്നിടപെട്ടില്ല. അതായത് ജനറൽ വാർഡില് വനിതകൾക്ക് മത്സരിക്കാവുന്ന നിയമമുള്ളതുകൊണ്ടാണ് രാജി രവികുമാറിന് വഴിക്കാട്ട് കാണിക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് സാധിക്കാത്തതാണ് മാറേണ്ടി വരുന്നത്. അപ്പൊ അത്തരത്തിൽ കൃത്യമായിട്ട് സഭയിൽ കൃത്യമായിട്ട് ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് അജണ്ടകൾ പഠിച്ച് ഇത്തിരി വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കൗൺസിലറെ അധിക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. വരും ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുക. അഞ്ജനം എന്നാൽ എനിക്കറിയാം മഞ്ഞൾ പോലെ വിളിച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ അജണ്ടയിൽ പറഞ്ഞിരിക്കുന്നത് എസ്റ്റിമേറ്റ് എടുത്തത് അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് വെച്ചത്. അതാണ് പറഞ്ഞത്. ആ എസ്റ്റിമേറ്റ് തുക ഓൺ ഫണ്ടാണോ ബാങ്ക് ഫണ്ടാണോ എന്നുള്ളത് വ്യക്തമാക്കണമെന്ന് മാത്രമേ പറഞ്ഞത്. പ്രോജക്റ്റ് ഇല്ലാതാക്കണമെന്നല്ല, നമ്മൾ വ്യക്തമാണ്. അതത്രയും മാത്രമാണ് പറഞ്ഞത്. അത് കേട്ടോട്ട് ഇനി ഓവർ ഫണ്ട് കാണിച്ചതാണ്. അതായത് ഒരു പ്രത്യേക എനിക്ക് തോന്നുന്നത് ഗിരി അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു കസേര കൊടുത്തിട്ട് അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഈ കുറെ നല്ലത്. അതായത് ഇതിന് മറുപടി പറഞ്ഞത് അവിടെ പണി ചെയ്തു കഴിഞ്ഞു, അത് ചെയ്തതിന് കുറ്റമാണോ, മറ്റേ തുറയില് ആശുപത്രി ചെയ്ത് കുറ്റമാണോ എന്ന് അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കിടപ്പാട് നഷ്ടപ്പെടുത്തിയത് കുറ്റമാണ്, അതിന് പണിയേൽപ്പിച്ചത് കുറ്റമാണെന്നുള്ളത് പണിയേൽപ്പിച്ചതല്ല. ഇത് വായിച്ചു പോലും നോക്കിയില്ല, ചുമ്മാ അടിച്ചത് വിളക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഏക്കം കാണിക്കുന്ന കാര്യമില്ലെങ്കിൽ വളരെ വിനയത്തോടുകൂടി പറയുകയാണ്. ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ടല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻസിലെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ സെൻസിലെടുക്കട്ടെ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഞാനത് വായിച്ചു. അപ്പൊ രണ്ടാമത് ഒന്നുകൂടെ വായിച്ചു. ഇനി അങ്ങനെ എനിക്ക് കിട്ടിയത് മാറിപ്പോയോ, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ അതിന്റെ കൂടെ എടുത്ത് വായിച്ചു പോകും. അങ്ങനെയാണ് നമ്മളത്. അപ്പൊ ഇത് എന്തെങ്കിലും കേട്ടിട്ട് അങ്ങനെ പറയരുത്. പിന്നെ ഇവിടെ പറഞ്ഞത് ജീവനക്കാരനെ മാറ്റി ഷൂട്ടിംഗ് കാണാൻ പോയത്. ഷൂട്ടിംഗ് പറയുകയാണ്, ഷൂട്ടിംഗ് കാണാൻ പോയത്. ഷൂട്ടിംഗ് കാണാൻ പോയത് ചർച്ച ചെയ്തിട്ടാണോ? അങ്ങനെയാണ് അവിടെ മാറ്റിയത്. കൗൺസിൽ നടക്കുന്ന സമയത്ത് കൗൺസിൽ ഇരിക്കാനായിട്ട് ചുമതലപ്പെട്ടയാൾ കൗൺസിൽ തീരുന്നതിന് മുമ്പ് കൗൺസിൽ വിട്ട് പോയെന്നുള്ളതാണ്. അതാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, അത് മേയർ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലായി ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ല, ജീവനക്കാരനെ ബഹുമാനപ്പെട്ട മേയർ മനസ്സിലാക്കാറുള്ളത് ജീവനക്കാർ. അല്ല, ഞാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് മേയർക്ക് തന്നെ സംശയം പറഞ്ഞതാണ്. മേയർക്ക് അപ്പൊ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് അവിടെ നിന്ന് കോഴിക്കോടിൽ ഇരുന്ന സെക്രട്ടറിയെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അജഗജാന്തരമാണ് ഇതൊക്കെ. എന്താണ് ഇതിനുള്ള ഉപമാനമുള്ളവർക്ക് പറയുന്നത് എന്ന് എന്താണെന്ന് അവർക്കറിയില്ല. പറഞ്ഞ ഒരു ജീവനക്കാരിയെ ഇവിടെ നിന്ന് ഒരു ജീവനക്കാരിയെ എടുത്ത്
അവരെ എടുത്ത് ഇവിടുന്ന് എടുത്ത് മാറ്റി. വേറൊരാളിനെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരൊക്കെ ആരൊക്കെയാണ്? അതിനകത്ത് കയറി നോക്കി നോക്കണം. BJP ആഫീസായി പ്രവർത്തിക്കുകയാണ്. BJP ആഫീസായി മേയറുടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ്. കുറ്റം പറയാനില്ല, അവിടുത്തെ കൗൺസിലർമാരൊക്കെ ഇരുന്നോട്ടെ വന്നോട്ടെ. പക്ഷേ ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരെ അങ്ങ് മാറ്റിയിട്ട് അവിടെ മുഴുവൻ BJP ഓഫീസാക്കി മാറ്റാനുള്ള അതിനുള്ള ശ്രമമാണ്. അതൊരു കാര്യം വർത്താനം പറയാൻ വർത്താനം പറയല്ലേ? അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പാടില്ല, ഞങ്ങളെ പറയാൻ പാടില്ല. അതല്ല ഇപ്പൊ നിങ്ങളായിട്ട് ഇടയിൽ വർത്താനം പറയണ്ട. അങ്ങനെ ഓവർ സ്മാർട്ട് ആവാൻ വേണ്ടി നിൽക്കട്ടെങ്കിൽ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഓവർ സ്മാർട്ട് ഒക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഓവർ സ്മാർട്ട് ഒക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. വർത്താനം പറയട്ടെ, വലിയൊരു കൗൺസിൽ പറയട്ടെ, നിങ്ങൾക്ക് സമയം തരാം. വലിയൊരു കൗൺസിൽ പറയട്ടെ, അല്ല അത് മയക്കില്ല. അല്ല അദ്ദേഹം അവരുടെ അഭിപ്രായം പറയട്ടെ, എന്നിട്ട് സമയം തരാം. പറയണം, കംപ്ലീറ്റ് ചെയ്യണം, ചുരുക്കി കംപ്ലീറ്റ് ചെയ്യണം. ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് ആ കാര്യം പറയേണ്ടി വന്നത്. അതിന്റെ മേളിൽ കയറി സ്മാർട്ടാവാൻ വേണ്ട. താങ്കൾ പൂർത്തിയാക്കും. ഞാൻ പറഞ്ഞത് ഇതാണ്. അങ്ങനെ ഇവിടുത്തെ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്തത് അനാവശ്യമായി ട്രാൻസ്ഫർ ചെയ്തില്ല. മേയറുടെ അധികാരത്തിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായും ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതിപ്പം അനാവശ്യമായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല, അതിനുള്ള നടപടിയല്ല. അവിടുത്തെ യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരാളിനെ ഇവിടെ നിന്നെടുത്ത് അതിന്റെ കേന്ദ്ര ഓഫീസിൽ നിന്നെടുത്ത് ആറ്റിപ്പുറയിലുള്ള ഒരു ഓഫീസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത് ഇടയ്ക്ക് ചർച്ചയായി വന്നപ്പോൾ പറഞ്ഞതാണ്. ഞാൻ അത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്നതാണ് പറയാനുള്ളത്. മറ്റത് തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് ചെയ്ത പണിയല്ല, ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് ആണ്. അങ്ങനെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രധാനം വരാൻ വേണ്ടി തയ്യാറാകണം. ഞാൻ ഒന്ന് തെറ്റായിട്ട് പറഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് ചെവി കേൾക്കാത്ത ആൾക്കാരാരുമില്ല. വളരെ വ്യക്തമായി വഴുതക്കാട് കൗൺസിലർ യാഗി രവികുമാർ പറഞ്ഞു, ഈ 2 മാസം കൊണ്ട് അത്യാവശ്യമായിട്ട് അവിടെ പണി ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്ത വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്താൽ മതി എന്ന് വലിയതുറ വാർഡിലെ ഹോസ്പിറ്റലിനെ കുറിച്ച് അങ്ങ് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യമില്ല. 2 മാസം കഴിഞ്ഞ് അങ്ങയുടെ വളരെ സീനിയർ ആള് പറഞ്ഞതാണ്, സംസാരിക്കുമ്പോൾ ഇടയിൽ കയറരുത്. ഞാനല്ല, ഒന്ന് അനുസരിക്കാൻ പഠിക്കും, സ്വന്തം കക്ഷി നേതാവിനെ അനുസരിക്കാൻ പഠിക്കും. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യമില്ല, 2 മാസം കഴിഞ്ഞിട്ട് പ്ലാൻ ഫണ്ടിലൊക്കെ ഉൾപ്പെടുത്തി ചെയ്താൽ മതിയെന്ന്. അങ്ങനെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്യുന്ന പ്രവൃത്തികളുടെ ഞാൻ അങ്ങോട്ടേക്ക് വാക്ക് തർക്കത്തിനൊന്നുമല്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു പ്രവണത തുടങ്ങി വെക്കാൻ ശ്രമിക്കുകയാണ്. അത് മുളയിലെ നുള്ളണം എന്ന് തോന്നിയതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് തുടക്കത്തിൽ തന്നെ മറുപടി അർഹിക്കുന്നതായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി കൂട്ടി യോജിപ്പിച്ച് പറയാം. ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ പറഞ്ഞു ഇവിടെ നിന്ന് ആറ്റിപ്പുറോട്ട് മാറ്റിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ മാറ്റിയത് വളരെ മോശമായി പോയെന്ന്. അതിനേക്കാളും വലിയൊരു മോശം പ്രവൃത്തി നിങ്ങളുടെ കേരള സർക്കാർ ഇന്നലെ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത് മാറ്റി കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കേരള സർക്കാർ, ഈ നിങ്ങൾ ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരള സർക്കാർ തന്നെ ഇതേ ഉദ്യോഗസ്ഥനെ തിരുവനന്തപുരത്ത് പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് കണ്ണൂരിലോട്ട് മാറ്റിയിരിക്കുന്നതാണെന്നുള്ളത് നമ്മളാരും അറിഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട. അതിനെക്കുറിച്ച് നിങ്ങൾ കേരളത്തിന് പറയേണ്ട കാര്യമില്ല.